30 വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്ത് വീണ്ടും CPM-ന്റെ സംസ്ഥാന സമ്മേളനം വരികയാണ്. CPM-ന്റെ വളർച്ചയും കൊല്ലത്തിന്റെ സാംസ്കാരിക വളർച്ചയിലും പങ്കുവഹിച്ച ഒരുപാട് പേരുടെ ഓർമ്മകൾ കൂടിയാണ്. CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന MK ഭാസ്കറിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ പ്രിയപത്നിക്കും കൊല്ലത്തിന്റെ സമ്മേളനങ്ങൾക്കും കൊല്ലത്തിന്റെ വളർച്ചയെയും മറ്റും ഒരുപാട് ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. ഇപ്പോൾ 30 വർഷങ്ങൾക്ക് മുമ്പ് MKയും നമ്മുടെ CP ആശാനും ഒക്കെ നയിച്ച പാർട്ടിയാണ് ഇപ്പോൾ പിന്നെയും സമ്മേളനം വന്നിരിക്കുന്നു. MK ഇല്ല. എങ്ങനെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ അന്ന് അടിയന്തരാവസ്ഥ മുതൽ ഒരുപാട് അനുഭവങ്ങളുള്ള പാർട്ടിയാണ്. അടിയന്തരാവസ്ഥ ശേഷമാണല്ലോ പിന്നീട് സമ്മേളനം വന്നത്. അന്ന് NS സെക്രട്ടറി ആയിട്ട് ഇപ്പം ഞങ്ങളോട് ഇതുപോലൊന്നും വരുമാനം പാർട്ടിക്കില്ലല്ലോ, ഇതുപോലൊന്നും ഇല്ല. വളരെ കഷ്ടപ്പെട്ടല്ലേ പ്രവർത്തിച്ചു. മൈക്കിന് പോലും പൈസയൊക്കെ നമ്മൾ തെണ്ടിപ്പറക്കിയാണ് നടക്കുന്നത്. അപ്പോൾ ആ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ പ്രകടനത്തിൻ്റെ മുമ്പേ അന്ന് ഞാൻ മംഗള ഫെഡറേഷൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ മംഗള അസോസിയേഷൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ കയ്യിലും DYFIയുടെ സെക്രട്ടറിയുടെ കയ്യിലും ഓരോ പാട്ട തന്നിട്ട് NS പറഞ്ഞ് നിങ്ങൾ പ്രകടനം പോകുമ്പോൾ മുമ്പേ പോയി സൈഡിൽ നിൽക്കുന്നവരെ ഇന്ന് പാട്ടയിലേക്ക് കാശ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പം ആർക്കാ കൂടുതൽ പൈസ കിട്ടുന്നതെന്ന് വെച്ചാൽ അവർക്ക് സമ്മാനം തരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങളപ്പോൾ ഒരു വാശിയോടുകൂടി അപ്പോൾ ഒന്നൊരു ചെറുപ്പക്കാരി പെണ്ണി എന്ന് പാട്ടെങ്കിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ പൈസ ഇടുമെങ്കിലും കമൻ്റ് അടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല. അവിടെയൊക്കെ പൈസ പരിപാടി യോഗം എല്ലാം കഴിഞ്ഞ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എണ്ണിയപ്പോഴാണ് എൻ്റെ പാട്ടയിലാണ് തോന്നിയ പൈസ. അപ്പോൾ അത് അനൗൺസ് ചെയ്ത് രാജമാ പാട്ടയിലാണ് ഇത്ര രൂപ ഉണ്ടെന്ന് അനൗൺസ് ചെയ്തു. പക്ഷെ എനിക്ക് സമ്മാനമൊന്നും ഇതുവരെ കിട്ടിയില്ല. ഇപ്പം ഞാൻ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി പാർട്ടി ഓഫീസ് ചെയ്തപ്പോൾ ഞാനിത് സൂചന പറഞ്ഞ് അന്ന് സമ്മാനം തന്നില്ല, ഇന്നെങ്കിലും തരണമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എനിക്ക് 83 വയസ്സായി. ഞാൻ 25 വർഷക്കാലം ജില്ലാ സെക്രട്ടറി ആയിട്ടും പ്രസിഡൻ്റായിട്ടും ഞാൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി 78-ലെ ജില്ലാ സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കുമ്പോഴാണ് എന്നെ ജില്ലാ കമ്മിറ്റിയിൽ എടുക്കുന്നത്. അന്ന് ഞാൻ ഒരാൾ മാത്രമേ വനിതകളായിട്ടുള്ളൂ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 45 വർഷം ജില്ലാ കമ്മിറ്റി ഇരുന്നു. കഴിഞ്ഞ സമ്മേളനത്തിൽ തന്നെ ഒഴിവാക്കി ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് VK ആനന്ദ് കമ്മിറ്റിയിലെടുത്ത് പിന്നീട് മേഴ്സിക്കുട്ടി എടുത്ത് അങ്ങനെ ഓരോരുത്തരെയും മാറിയെടുത്ത് ഇപ്പോൾ 5 പേര് വനിതകൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലുണ്ട്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗം. അതാണ് പിന്നെ അത്രയുള്ള മറ്റു കാര്യങ്ങൾ. പിന്നെ പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് അടിയന്തരാവസ്ഥയില്ല സഹാക്കൾ വന്നു കഴിഞ്ഞാൽ, നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ അവരെയും കൊണ്ട് പലയിടത്തും രഹസ്യ യോഗങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ കൊണ്ടുപോകുന്ന ഒളിവിലിരിക്കുന്ന സഹാക്കളെടുത്ത് കൊണ്ടുപോകാനും ഒക്കെ ഞങ്ങളെയാണ് ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെ പോയെന്ന് മഹിളാ സംഘടനയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ കല്ലടയുള്ള പ്രകാശിനി സഹാവ് ചിന്തയുടെ ഏജന്റ് ഞങ്ങളെടുത്ത് എടുത്തിട്ട് അതും കൊണ്ട് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനമാണെന്നും പറഞ്ഞായി പോകുന്നത്. കത്തുകളൊക്കെ അതിനകത്ത് വെച്ച് അങ്ങനെ ആ പ്രകാശിനി സഹാവ് മരിക്കുന്നിടം വരെ ആ ഏജൻസി അവർ വിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള നിരവധി സഹാക്കളുണ്ട്. പല സഹാക്കളും ആത്മാർത്ഥമായി പ്രവർത്തിച്ച നിരവധി സഹാക്കൾ. അന്നൊക്കെ ഞങ്ങൾക്ക് വണ്ടിക്കൂലിക്കും ഭക്ഷണത്തിനൊന്നും ഇതുപോലെ പൈസ ഇല്ലല്ലോ. അന്ന് ഞങ്ങളെ സഹായിക്കുന്നത്, പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി എന്നുള്ള നില എനിക്ക് എങ്ങോട്ടെങ്കിലും ആ വണ്ടിക്കൂലി ആയിരുന്നാലും തരുന്നത് NGO സഹാക്കൾ. അവരോട് ചോദിച്ചാൽ അവർ തരും. ട്രാൻസ്പോർട്ടിലെ CATയിലെ സഹാക്കൾ തരും. അതുപോലെ ഹെഡ്ലോഡിലെ തൊഴിലാളി സഹാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം വാങ്ങിച്ചേരും, വണ്ടിക്കൂലിയൊക്കെ തരും. പിന്നെ അങ്ങനെ ആ സഹായം ഞങ്ങൾക്ക് വൻപിച്ച നേട്ടമായിട്ട് ആ സഹാക്കളെ ഒന്നും മറക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ പലരും മരിച്ചുപോയി. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ഉള്ളത്. പാർട്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച് ഇപ്പം നമുക്ക് അഭിമാനത്തോടുകൂടി പ്രവർത്തിക്കാൻ ആയിരക്കണക്കിന് മഹിളാ സഹാക്കൾ കൊല്ലം ജില്ലയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒട്ടനവധി കമ്മിറ്റികൾ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സന്തോഷമുണ്ട് ഇപ്പോഴാണ്. ഇപ്പൊ കൊല്ലത്തിന്റെ സമര ചരിത്രത്തിൽ ഒരുപാട് കശുവണ്ടി സമരം 80-ലെ കശുവണ്ടി സമരം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് തൊട്ടേ കശുവണ്ടി തൊഴിലാളി യൂണിയന്റെ കമ്മിറ്റിയിലുണ്ട്. ആ സമരങ്ങളിലും കാൽനട ജാഥയായിട്ട് ഞങ്ങളിവിടുന്ന് നടന്ന് 4-5 ദിവസം നടന്നാണ് തിരുവനന്തപുരത്ത് എല്ലാ ഫാക്ടറിയിലും നടന്ന് ജാഥയായിട്ട് പോയി നടന്നു. പിന്നെ 5-ാമത്തെ ദിവസം അവിടെ സത്യാഗ്രഹം ഞങ്ങൾ തുടങ്ങുന്നത്. കർണാടക മുഖ്യമന്ത്രിയാണ്
അപ്പോൾ അവിടെ സത്യാഗ്രഹം തുടങ്ങിയപ്പോൾ കരുണാകരൻ അവിടെ പരസ്യമായിട്ട് പറഞ്ഞതാണ്, ജലവും മലവും മുട്ടുമ്പം ഈ പെണ്ണുങ്ങൾ അങ്ങ് എണീറ്റ് പോകുമെന്ന് പറഞ്ഞു. അവരെയും കൊണ്ട് 3 ദിവസക്കാലം പറന്നു ഭക്ഷണം ഒരുക്കി തന്നത് അവിടുത്തെ അടിയോട് തൊഴിലാളികളാണ്. അവരും മറകെട്ടി തന്ന് പിന്നെ കുട്ടികളെ കിടത്താൻ തൊട്ടിൽ കെട്ടി, അങ്ങനെ ഞങ്ങൾ അവിടെ റോഡിലും ഒക്കെ ആയിട്ട് 3-4 ദിവസം രാപകൽ അവിടെ കിടന്നു. അവസാനം കരുണാകരന് സമ്മതിക്കേണ്ടി വന്നു, ഈ ആരോഗ്യമൊക്കെ തരുമെന്ന്. പക്ഷേ തന്നില്ലെന്ന് വേറെ കാര്യം. അങ്ങനൊരു സമരം, അതിശക്തമായ സമരം കശുണ്ടും അല്ലാന്ന് ഗുരുദാസാവൊക്കെ സമരവുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുണ്ട്. MKയും CPI CIT സെക്രട്ടറിയാണ്. അപ്പം അങ്ങനെ ആ തരത്തിലൊക്കെ നല്ല തരത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കുറേയധികം ഈ സർക്കാർ മാത്രമല്ല, EMS മുഖ്യമന്ത്രിയായി അധികാരം വെക്കുന്ന 57 സർക്കാർ തൊട്ട് ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ പിന്നെ എന്നൊക്കെ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ കൊണ്ടുവന്ന പുരോഗമനപരമായ ഒട്ടേറെ നടപടികൾ, അത് സാക്ഷരതയാകാം, തൊഴിലുറപ്പിപ്പോഴല്ലേ വന്നത്, അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ, കുടുംബശ്രീ അടക്കം പരിശോധിച്ച് നോക്കിയാൽ ഇതെല്ലാം ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ. പിന്നെ അതിലെ ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു ആശ്വാസം തകരുന്നത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തത് 50 രൂപ. പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന കർഷക തൊഴിലാളി അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് അവൻ്റെ ചെറ്റക്കുടലിൽ ചുരുങ്ങുമ്പോൾ ഒരു ചായക്ക് പോലും മാർഗമില്ലാത്ത തൊഴിലാളികൾക്ക് ഇപ്പോൾ കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ പാർട്ടിയോട് നടത്തിയ നിവേദനത്തിൻ്റെ ഫലമായിട്ടാണ് 50 രൂപ അവർക്ക് പെൻഷൻ തീരുമാനിച്ചത്. ആ പെൻഷനാണ് ഈ പാർട്ടി ഇടതുപക്ഷ അധികാരത്തിൽ വരുമ്പോഴൊക്കെ കൂട്ടി ഇപ്പോൾ 1600. ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ 100 രൂപ കൂട്ടി, അന്ന് 500 രൂപ ഉള്ളത് 600 ആക്കി. പക്ഷെ ആ 600 രൂപ 18 മാസക്കാലം കുടിശ്ശിക വരുത്തിയിട്ടാണ് പോയത്. ഇപ്പം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ആദ്യം അധികാരത്തിൽ, പിന്നെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആ 18 മാസത്തെ കുടിശ്ശിക അടക്കം കൊടുത്തുകൊണ്ട് പിന്നെ 600 എന്നുള്ളത് 100 വീതം കൂട്ടിയാണ് ഇപ്പം 1600 ആക്കി. ഇപ്പം പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വയസ്സായാൽ ഒരു നേരത്തെ കഞ്ഞിക്ക് വക കിട്ടുമെന്നൊരു ഉറപ്പായി. അതൊക്കെ അഭിമാനകരമായ ഈ മനുഷ്യനോട് കാണിക്കുന്ന മനുഷ്യ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു പാർട്ടിക്കേ കഴിയും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ സഖാവ് MK ഭാസ്കരൻ മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് സഖാക്കളുടെ ത്യാഗത്തിന്റെയും ധീര പോരാട്ടങ്ങളുടെയും കഥ കൂടിയാണ് ഓരോ സംസ്ഥാന സമ്മേളനങ്ങളും നമ്മൾ മുന്നിലേക്ക് എത്തിക്കുന്നത്.